ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നാളെ വൈകിട്ട് 3 മണിക്ക്. ആദ്യഘട്ടം പ്രഖ്യാപിക്കുക ആന്ധ്ര, അരുണാചൽ, ഒഡീഷ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതികളായിരിക്കും. വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നു. നിതിൻ, ഏതാണ്ട് രാജ്യത്താകമാനം തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളും പ്രചരണവും ഒക്കെ സജീവമായി. പക്ഷേ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചില്ല. നാളെ തുടങ്ങുകയാണല്ലേ? നാളെ ഏതൊക്കെ സംസ്ഥാനങ്ങളാകും തീയതി പ്രഖ്യാപിക്കുക? സംസ്ഥാനങ്ങളിലെ ആകും തീയതി പ്രഖ്യാപിക്കുക. അജിംഷാദ്, 543 മണ്ഡലങ്ങളിലേക്കുള്ള രാജ്യത്തെ 543 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിൻ്റെ തീയതി നാളെ വൈകിട്ട് 3 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം തന്നെ അരുണാചൽ പ്രദേശ്, ഒഡീഷ, ആന്ധ്ര തുടങ്ങി 3 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതിയും നാളെ പ്രഖ്യാപിക്കും. ഒരു പക്ഷേ കാശ്മീരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു നിർണായക തീരുമാനവും നാളെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ 3 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ നടക്കും എന്നിപ്പോൾ ഏകദേശം തീരുമാനം ആയിട്ടുണ്ട്. 543 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എത്ര ഘട്ടങ്ങളിലായി നടക്കും, ഏതൊക്കെ തീയതികളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക എന്ന കാര്യത്തിൽ നാളെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും. കഴിഞ്ഞ തവണ 7 ഘട്ടങ്ങളിലായിട്ടാണ് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇത്തവണയും 7ഓ 8ഓ ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം സംസ്ഥാനത്ത് കേരളത്തിൽ ഏപ്രിൽ മാസത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കും. അതായത് ഏപ്രിൽ 20-ന് ശേഷം ഏപ്രിൽ 20-നും 30-നും ഉള്ളിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. മെയ് 30 പുതിയ സർക്കാർ അധികാരത്തിലേറുന്ന രൂപത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ഉണ്ടാവുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും രാജ്യം ആകാംക്ഷാപൂർവ്വം ഉറ്റുനോക്കുന്ന, രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ആകാംക്ഷാപൂർവ്വം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ പ്രക്രിയയുടെ തീയതി നാളെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്നെല്ലാം തന്നെ വിഭിന്നമായിക്കൊണ്ട് ഇത്തവണ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ രാജ്യമെമ്പാടും രാഷ്ട്രീയ പാർട്ടികൾ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ആദ്യഘട്ട പ്രചരണത്തിലേക്ക് പല മണ്ഡലങ്ങളിലും കടന്നതും നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും മുന്നണി സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ആദ്യഘട്ട പ്രചരണം ഇതിനകം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇത്തരത്തിൽ വിപുലമായ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി തെരഞ്ഞെടുപ്പ് എന്നാണ് രാജ്യം പോളിംഗ് ബൂത്തിലേക്ക് പോവുക എന്നാണ്, തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ ബൂത്തിലേക്ക് പോകേണ്ടത് എന്ന് മാത്രമാണ് വോട്ടർമാർക്ക് അറിയാനുള്ളത്. സ്ഥാനാർത്ഥികളെ എല്ലാം തന്നെ അവർ ഇതിനകം അറിഞ്ഞു കഴിഞ്ഞു. എന്തായാലും രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ മഹോത്സവത്തിന് നാളെ വൈകിട്ട് 3 മണിക്ക് തിരികൊളുത്താൻ പോവുകയാണ്. എന്നായിരിക്കും രാജ്യത്തെ ഈ മഹോത്സവങ്ങൾ നടക്കുക? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ഈ തെരഞ്ഞെടുപ്പ് മഹോത്സവം എന്നായിരിക്കും നടക്കുക എന്നതിന് നാളെ വൈകിട്ട് 3 മണിയോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു അന്തിമ ചിത്രം നൽകും. അജിംഷാദ്.